ഇന്നലെ വരെ പൊതുജീവിതത്തിൽ സ്ഫടികതുല്യമായ പൊതുജീവിതം നടത്തിയിരുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ മനുഷ്യാവകാശത്തെക്കുറിച്ച് നിങ്ങൾ നാളിതുവരെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. ബിരുദാനന്തര ബിരുദത്തിന് ഉന്നത വിജയം നേടിയിട്ടുള്ളതാണ് ആ സ്ത്രീ. ഓൾ ഇന്ത്യ റേഡിയോയിൽ അനൗൺസറായി ഔദ്യോഗിക ജീവിതം തുടങ്ങി. സംസ്ഥാന വനിതാ ഫുട്ബോൾ ടീം അംഗമായിരുന്നു. മികച്ച എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കരിക്കുലർ ആക്ടിവിറ്റീസിലും മികച്ച സംഘാടകനെയും ആയി പ്രവർത്തിച്ചു വന്ന ഒരു വനിതയാണ് സഖാവ് ദിവ്യ. ആ ദിവ്യ ഇന്നലെ വരെ അനുഭവിച്ച വേദനകൾ, ആ വേദനകൾ പറയേണ്ടതില്ല. അഡ്വക്കേറ്റ് ഹസ്കർ, ഇവിടെ പറഞ്ഞല്ലോ അന്ന് ജാമ്യാപേക്ഷയിൽ അങ്ങനെ പറയാനുള്ള അല്ല, ഇപ്പൊ ആ കുടുംബം ഉന്നയിക്കുന്ന അതിനേക്കാൾ ഉന്നത ബിരുദവും മഹത്വവും കൽപ്പിക്കപ്പെട്ടവർ ഇതിനേക്കാൾ വലിയ ക്രിമിനൽ കേസുകൾ പ്രതികളായിട്ടുണ്ട്. അഡ്വക്കേറ്റ് ഹസ്കർ, ആയിരിക്കാം നിഷ, ആയിരിക്കാം, അതിന് ഞാൻ ഒരു തർക്കവും പറയുന്നില്ല. പക്ഷേ സംസ്ഥാനത്തെ 3 മികച്ച അവാർഡുകൾ, ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരിക്കുമ്പോൾ സംസ്ഥാനത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡ് മാത്രമല്ല, ഏറ്റവും കൂടുതൽ വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുള്ള 1500ഓളം കുട്ടികളുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ട് കണ്ണൂർ പഞ്ചായത്തിന് അവാർഡ് കിട്ടുമ്പോൾ ആ പഞ്ചായത്തിന്റെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സഖാവ് ദിവ്യയാണ്. ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ മാധ്യമങ്ങൾ നാളിതുവരെ ഈ വിവരങ്ങളൊന്നും പുറത്തു പറയാനോ അതിനുള്ള ധൈര്യമോ നിങ്ങൾ കാണിച്ചിട്ടില്ല. അല്ല, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് എന്ത് പുരസ്കാരം കിട്ടിയാൽ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് എന്ത് കാര്യം? അവർക്ക് നിഷേധിക്കപ്പെട്ട നീതി, അവർക്ക് നഷ്ടപ്പെട്ട വ്യക്തി, ഇതൊക്കെ എവിടുന്ന് തിരികെ കിട്ടാനാണ്? ഇവർക്ക് എന്ത് പുരസ്കാരം കിട്ടിയാൽ ആർക്കെന്ത് കാര്യം? നിങ്ങൾക്ക് വസ്തുതകൾ പറയുമ്പോൾ പൊള്ളുന്നുണ്ടാവും. ആ പൊള്ളലാണ് നിങ്ങൾ മറച്ചു പിടിച്ച ചില വസ്തുതകൾ കൂടിയുണ്ട്. കേരളത്തിൽ ഒരു പ്രബലമായ സർവീസ് സംഘടന, ആ സർവീസ് സംഘടനയ്ക്ക് അങ്ങ് സ്വയം ഒരു പരിഹാസ്യല്ല ഇത്. ഇതൊരു പരിഹാസ്യല്ല, ഒരു പരിഹാസ്യല്ല നിഷ, നിഷ ഇതൊരു പരിഹാസ്യല്ല. നിങ്ങൾ കേരള സമൂഹത്തിന് മൊത്തം നിങ്ങൾ കേരള സമൂഹത്തിന്റെ നിങ്ങൾ കേരള സമൂഹത്തിന്റെ മൊത്തം ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതേ. കേരള സമൂഹത്തിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ഞങ്ങൾക്കും ബോധ്യമുണ്ടല്ലോ. ഞങ്ങളും ഈ കണ്ണും കാതും ചെവിയും കൂർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ. ഞങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത്. ഇപ്പോ ഒരു കൊലപാതകമായി ഈ കേസ് കൺവേർട്ട് ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ കൊലപാതകമാവുമ്പോൾ സംഭവിക്കുന്ന സംഭവ വികാസത്തെ കുറിച്ചാണ് പറഞ്ഞേനെ. 11 ദിവസം ജയിലിലും 45 ദിവസമായി പീഡനം അനുഭവിക്കുന്ന ഒരു കുറ്റാരോപിത, ആ കുറ്റാരോപിതയുടെ മനുഷ്യാവകാശത്തെ കുറിച്ച് നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ. എന്താ പി പി ദിവ്യ ഈ കൊലപാതകത്തെ നേരിട്ട് പങ്കെടുത്തോ? ദൃശ്യം കണ്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. ഹൃദയമുള്ള ഏതൊരാളും കരഞ്ഞു പോകുന്ന രംഗം അതിന് കാരണമാക്കിയാൽ 11 ദിവസം ജയിലിൽ കിടന്നു. അവർക്കെന്തോ പുരസ്കാരം കിട്ടിയിട്ടുള്ളതൊക്കെ താങ്കൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ കാരണമല്ല, അതിന്റെ കാരണക്കാരി അല്ലെന്നല്ലേ ഇപ്പൊ കുടുംബം പറയുന്നത്. അതൊരു കൊലപാതകമാണെന്നല്ലേ ഇപ്പൊ കുടുംബം പറയുന്നത്. ഇപ്പൊ ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന ഹർജിയിൽ എന്താ അതൊരു കൊലപാതകമാണെന്നേ. അപ്പൊ ആ കൊലപാതകം സംശയം ഉണ്ടെന്നാ, അതിലെ സംശയം തീർക്കണമെന്നാ പറഞ്ഞേ. ഇല്ല, ദിവ്യ പ്രതിയല്ലെന്നല്ല. ഞാൻ ചോദിക്കട്ടെ, എവിടെയെങ്കിലും പറഞ്ഞോ കൊലപാതകത്തിൽ ദിവ്യക്ക് നേരിട്ട് പങ്കാളിത്തം ഉണ്ടെന്ന്? എവിടെയെങ്കിലും പറഞ്ഞോ? അത് അന്വേഷിക്കാനാണ് സാർ സിബിഐ വരണമെന്ന് പറയുന്നത്. ദയവ് ചെയ്ത് വരട്ടെന്നേ. നോക്കൂ, ഞങ്ങൾ പറഞ്ഞതിനകത്ത് സമഗ്രവും നിഷ്പക്ഷവുമായ ഒരു അന്വേഷണം നടക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. കൊലപാതകത്തിനുള്ള സാധ്യതകൾ വളരെ വ്യക്തമാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതിൻ്റെ പിന്നിൽ നടന്ന പ്രിപ്പറേഷനെ പറ്റിയാണ് പറഞ്ഞത്. പ്രസംഗത്തിന് മുമ്പുള്ള പ്രിപ്പറേഷൻ, പ്രസംഗത്തിന് ശേഷമുള്ള പ്രിപ്പറേഷൻ, സ്ഫടികതുല്യമായ പൊതുപ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ ദയവ് ചെയ്ത് ആ വാക്കുകളുടെ മനോഹാരിത നശിപ്പിച്ച് കളയരുത്. ദയവ് ചെയ്ത് പി പി ദിവ്യയെ പറ്റി ഈ സ്വന്തം പാർട്ടിയിലുള്ള അഭിപ്രായമെങ്കിലും, ഞാനിത് രാഷ്ട്രീയം പറയുന്നത്, ഒന്ന് അന്വേഷിക്കണം. അവരുടെ സാമ്പത്തിക സോഴ്സുകൾ, അവരുടെ ജീവിത രീതി, ഇന്ന് അവരെത്തി നിൽക്കുന്നു, എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം ദയവായി ഒന്ന് അന്വേഷിക്കണം. അവർ കൊടുത്ത ഈ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കൊടുത്ത പദ്ധതികളുടെ അഴിമതികളെ പറ്റിയുള്ള ആരോപണങ്ങൾ, ഒരാൾക്ക് മാത്രം കൊടുക്കുന്ന ആരോപണങ്ങൾ ഉൾപ്പെടെ ചിന്തിക്കണം.
അവർ യാത്ര ചെയ്ത വിദേശ യാത്രകളെ പറ്റി ഒന്ന് അന്വേഷിക്കണം. ഞാനിതൊന്നും പറയുന്നത് ശരിയല്ല. ഈ ജയിലിൽ പോകുമ്പോഴും ഇറങ്ങുമ്പോഴുമൊക്കെ അവരുടെ വസ്ത്രധാരണ രീതി എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള വസ്ത്രം അവർ ധരിക്കുന്നിരുന്നു പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എങ്കിലും ഈ സ്ഫടിക തുല്യം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബിനാമിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ അധികാര പരിധിയിൽ വരാത്ത ഒരു പെട്രോൾ പമ്പിനെ പറ്റി ഇന്നത് ചെയ്യണമെന്ന് ഒരു 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 ഉദ്യോഗസ്ഥനോട് ഇവർ ആവശ്യപ്പെടുന്നത്? അത് ജില്ലാ പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നതാണോ? ഈ പ്രശാന്തൻ എന്താണെന്നും ആരാണെന്നും വളരെ വ്യക്തമായിട്ട് ഈ പി ദിവ്യയ്ക്ക് അറിയാമല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് സ്ഫടിക തുല്യമാവുന്നത്? ഈ സ്ഫടികം കൊണ്ട് മറ്റെന്തോ മറയ്ക്കാൻ ശ്രമിച്ചിട്ടില്ലേ? ഈ പ്രശാന്തൻ ബിനാമിയാണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടുത്തെ കണ്ണൂരെ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാം. അങ്ങനെയുള്ള ഒരു ബിനാമി ഷാഡായിട്ടുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇവർ വക്കാലത്ത് പിടിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഭീഷണിപ്പെടുത്തുന്നത്. അവർ സ്ഫടികത്തുല്യം വാക്ക് ഉപയോഗിക്കുന്നത് ദയവായി മഹത്വവൽക്കരിക്കരുത്. ഒരു പാവം മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ട ശേഷം അതിന് പ്രതിയാക്കപ്പെട്ട ഒരു വ്യക്തിയെ ഇങ്ങനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യത്വത്തിന് വിരുദ്ധമാണ് എന്ന് മാത്രം ഞാൻ പ്രിയപ്പെട്ട അസ്കറോട് സൂചിപ്പിക്കുകയാണ്. 5-ാം തീയതി മുതൽ 18-ാം തീയതി വരെ മൗനവ്രതത്തിലായിരുന്നു ഈ കണ്ണൂരിലെ കലക്ടർ. നിങ്ങൾ നോക്കൂ, 18-ന് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് കൊടുത്ത മൊഴിയിൽ പറയാത്തൊരു കാര്യം, 18-ന് ഈ നവീൻ ബാബുവിന്റെ പ്രിയതമയ്ക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് അയച്ച കത്തിലെ ആ 4 സെന്റൻസ് ഞാൻ നോക്കി. എന്താണോ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി പറഞ്ഞത് അതേ വാക്കുകളായിരുന്നു. അങ്ങനെ പറഞ്ഞ മാപ്പ് പറഞ്ഞ് ഇദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടുള്ള ഒരാൾ 19 കഴിഞ്ഞ് 20-ാം തീയതി ശരീരത്തിന്റെ ഭാഷ മുഴുവൻ ആംഗ്യ ബോഡി ലാംഗ്വേജ് അങ്ങോട്ട് മാറിപ്പോവുക. എങ്ങനെ ഇത് വന്നു എന്ന് അന്വേഷിക്കണ്ടേ? 19-ാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ പോയി പാറപ്പുറത്ത് പോയി 45 മിനിറ്റ് എന്താണ് ഇദ്ദേഹം ചർച്ച ചെയ്തത്? അത് പഠിക്കണ്ടേ? ഇതൊക്കെ CBI വന്നാൽ വെറും ബൾബ് മാത്രമല്ല നിഷ, ട്രാൻസ്ഫോമർ അടക്കം കണ്ണൂരിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോകും. കണ്ണൂർ പാർട്ടി ഓഫീസിലൂടെ, ദിവ്യയുടെ വീട്ടിലൂടെ, AKG ഭവനിലൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ എത്തുന്ന അന്വേഷണം CBI നടത്തുമെന്ന്